ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നാ, ഒത്തിരി പേര് ഒത്തിരി നാളുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു കമൻ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിലത്തിറങ്ങി വരുമ്പോഴത്തേനും മുഖം അങ്ങോട്ട് വല്ലാണ്ട് കരുവാളിച്ചു പോകുന്നു, ശരീരത്തിൻ്റെ നിറം മുഖത്തിനില്ല, അങ്ങനെ ഒത്തിരി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലരും ചോദിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ 5 വർഷം മുന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണേണ്ടവർ അതും എടുത്ത് കാണണം, അപ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ ഒരു പാക്കും കൊണ്ടുവന്നതാണ്. ഇങ്ങനെയുള്ളവർക്ക് ഇടാൻ വേണ്ടിയായിട്ടുള്ള ഒരു പാക്കായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മെയിൻ കാരണം നമുക്ക് സണ്ണിൽ നിന്ന് സൺ ടാൻ ആണ്. ഇങ്ങനെ വരുന്നതിൻ്റെ മെയിൻ കാരണം സൺ ടാൻ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അലർജി സ്കിന്നുള്ളവർക്കും ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അത് ഇതുപോലെയല്ല, അവർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊള്ളുന്ന പോലെ തോന്നും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. വെറും കരിവാളിപ്പും മാത്രമാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിന് നമുക്ക് ആവശ്യം ആയിട്ടുള്ളത് എന്താണെന്ന്, മെയിനായിട്ട് നമുക്ക് ബേസായിട്ട് വേണ്ടത് കടലമാവാണ്. കടലമാവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്നാന്തരം ടാൻ റിമൂവലാണ്. ഈ കരിവാളിപ്പ് പോകുന്നതിനും കറുപ്പ് നിറം പോകുന്നതിനും എല്ലാത്തിനും കടലമാവ് നമ്പർ 1 ആണ് കേട്ടോ. അപ്പോൾ ഈ കടലമാവ് നമ്പർ 1 ആണെന്ന് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം. കടലമാവ് പലരും ചോദിക്കാറുണ്ട് സോപ്പിന് പകരം എന്താ ഇടണ്ടേന്ന്. അപ്പോൾ നിങ്ങൾക്ക് കടലമാവ് ഉപയോഗിച്ച് എല്ലാ ദിവസവും മുഖം കഴുകാം. അപ്പം നിങ്ങളുടെ വല്ലാണ്ട് ഡ്രൈ സ്കിന്നാണെങ്കിൽ കടലമാവിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഓയിലോ പാലോ എന്തെങ്കിലും മിക്സ് ചെയ്യണം. ബാക്കി മറ്റ് ഓയിലി സ്കിന്നുകാർക്കൊക്കെ വെറുതെ കടലമാവ് ഇട്ട് മുഖം കഴുകാവുന്നതാണ് എന്നും കേട്ടോ. ഞാൻ ഈ പറയുന്ന പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം ഇട്ടാൽ മതി. അപ്പോൾ ഇതിനാവശ്യം കടലമാവ് വേണം. അപ്പോൾ കടലമാവ് ഞാൻ പറഞ്ഞല്ലോ, സൺ ടാന് ഏറ്റവും നല്ലതാണ് ഇത്. മാത്രമല്ല നല്ല ഒന്നാന്തര ക്ലെൻസറാണ്, എക്സ്ഫോലിയേഷനാണ്, സ്കിൻ ബ്രൈറ്റ് ആവും. അപ്പോൾ ഈ നമ്മുടെ സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന വിയർപ്പും അഴുക്കും എല്ലാം പോകുന്നതിന് ബെസ്റ്റാണ്. അതുപോലെ ഡെഡ് സ്കിൻ പോയി പുതിയ സ്കിന്ന് വരുന്നതിനും ഈ കടലമാവ് ഒന്നാന്തരമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന എന്താണെന്നോ, കടലമാവ് കൂടാതെ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഓട്സാണ്. ഓട്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഓട്സിനെ കുറിച്ച് എടുത്തു പറയാനുള്ളത്, നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവലിനെ നിലനിർത്തും. അത് നിർത്താനും ബാലൻസ് ചെയ്യുന്നതിനും ഓട്സ് നല്ലതാണ്. അപ്പോൾ ഇത് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോയ്സ്ചറൈസറാണ്, എക്സ്ഫോലിയേഷനാണ്. അതിലെല്ലാത്തിലും ഉപരി സ്കിന്നിലുണ്ടാവുന്ന, പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്കും മുഖക്കുരുള്ള സ്കിന്നുകാർക്കുമാണ് ഞാൻ ഈ പറയുന്ന പാക്ക് കേട്ടോ. അപ്പോൾ ഈ ഓയിലി സ്കിന്നും അല്ലെങ്കിൽ മുഖക്കുരു ഉള്ളവരും പുറത്തു പോയി വരുമ്പോൾ ഇങ്ങനെ കരുവാളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓട്സ് ചേർന്ന ഞാൻ ഈ പറയുന്ന പാക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓട്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് മുഖക്കുരൊക്കെ വരുമ്പോൾ സ്കിന്നിലുണ്ടാവുന്ന എന്താ പറയുക, നീരും അങ്ങനെയുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടല്ലോ, നീർവീക്കങ്ങളെ തടയുന്നതിന് നല്ല ഒന്നാന്തരമാണ്. അതുപോലെ എക്സ്ഫോലിയേഷൻ, മോയ്സ്ചറൈസർ, സ്ക്രബായിട്ടും ഓട്സ് ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഓയിലി സ്കിന്നുകാർക്ക് അല്ലെങ്കിൽ മുഖക്കുരുള്ളവർക്ക് വേണ്ടി നമ്മൾ പിന്നെ ഈ പാക്കിൽ ഇടുന്നത് എന്താണെന്ന്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്. അങ്ങനെ പിന്നെ നമ്മളെ അതിനെക്കുറിച്ച്, മഞ്ഞളിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. അങ്ങനെ മഞ്ഞൾ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് തേൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അതായത് ഓപ്ഷണലാണ്. തേൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. ഇതാണ് ഇതിന് വേണ്ടത്. അപ്പോൾ എന്തൊക്കെ വേണം നമുക്ക്? മുഖക്കുരു, ഓയിലി സ്കിന്നുള്ളവർക്ക് ഉള്ള പാക്ക്, മുഖത്തെ കരിവാളിപ്പ് മാറുന്നതിനുള്ള പാക്ക്, 2 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ ഓട്സ്, അതുപോലെ തന്നെ തൈര് മിക്സ് ചെയ്യാൻ ആവശ്യമായ തൈര്, 1 നുള്ളു മഞ്ഞൾപ്പൊടി, തേൻ നിങ്ങളുടെ കയ്യിൽ ഓപ്ഷനിലാണോ ഉണ്ടെങ്കിൽ 1/2 സ്പൂൺ തേൻ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. 15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യുക. വാഷ് ചെയ്യണത് ചെറിയ ചൂടുവെള്ളത്തിൽ വേണേ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ തൈര് ഉപയോഗിക്കുന്നവർ ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾ മുഖം വാഷ് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ തൈരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തൈര് പുളിക്കാത്ത തൈര് വേണം. യോഗട്ടൊക്കെ ഇപ്പം നമുക്ക് നല്ല ഗ്രീക്ക് യോഗട്ടൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അല്ല നിങ്ങളുടെ വീട്ടിൽ വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര് അധികം പുളിക്കാത്തത് നിങ്ങൾക്ക് ഈ പാക്കിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതാണ് ആദ്യം ഞാൻ തരുന്ന പാക്ക്. പിന്നെ രണ്ടാമത് ഞാൻ തരുന്നത് നോർമൽ
സ്കിന്നിനുള്ള പാക്കാണ്. അതിന് നമുക്ക് അധികമൊന്നും വേണ്ട. തക്കാളി ജ്യൂസിൽ കടലമാവിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം. പ്ലെയിൻ വാഷാണ് അതിന് വേണ്ടത്. ഇനി അടുത്തത് ഡ്രൈ സ്കിന്നാണ് ഉള്ളവർക്കാണ്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് നമുക്ക് ഈ കടലമാവിലേക്ക് കറ്റാർ വാഴ, ഇപ്പോൾ 2 സ്പൂൺ നിങ്ങൾ കടലമാവ് എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ കറ്റാർ വാഴ ജെല്ല്, പിന്നെ അതിലേക്ക് ഏതെങ്കിലും ഓയിൽ, ഒലിവ് ഓയിലാകാം, കോക്കനട്ട് ഓയിലാവാം, ബദാം ഓയിലാവാം, നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ നിങ്ങൾക്ക് അതിൽ മിക്സ് ചെയ്യാം. തേൻ ഓപ്ഷണലാണ്, വേണമെങ്കിൽ അതിലൊഴിക്കാം. ഓക്കെ, എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യാം. ഡ്രൈ സ്കിന്ന് എപ്പോഴും നമ്മൾ അധികം നേരം മുഖത്ത് പിന്നെ പാക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പാക്ക് ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ. എല്ലാ ദിവസവും ഇടേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് തോന്നുവാണ് എവിടെയെങ്കിലും പോയി ഇന്നലെ ഞാൻ പാക്ക് ഇട്ടു, പക്ഷേ ഇന്ന് ഞാൻ പുറത്തു പോയി വന്നു കഴിഞ്ഞപ്പോൾ മുഖമെല്ലാം ഇരുണ്ടിരിക്കണം, കരുവാളിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്നോ, ഒരു തക്കാളി എടുക്കുക, നന്നായിട്ട് കഴുകുക, അതിനെ 2ആയിട്ട് മുറിക്കുക, എന്നിട്ട് ആ ഒരു ഭാഗം എടുത്ത് മുഖം നന്നായിട്ട് മുഖത്തെല്ലായിടത്തും ഒരു 2-3 മിനിറ്റ് നേരം മസാജ് ചെയ്യുക. 5 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എന്നും ചെയ്യാവുന്നതാണ്. നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ് പോവാൻ ഏറ്റവും നല്ലതാണ്. കാരണം തക്കാളി നീരെന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി ധാരാളമുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിന് ഏറ്റവും നല്ലതാണ്. മുഖത്തെ കരിവാളിപ്പും കറുത്തപാടുകൾ പോകുന്നതിന് എല്ലാത്തിനും ഈ തക്കാളി നീര്, അതായത് ടൊമാറ്റോ ജ്യൂസ് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ മോര്, നമ്മുടെ വീട്ടിൽ മോരുണ്ടെങ്കിൽ ഇത് കുറച്ച് മോരെടുത്ത് അതിനകത്ത് കോട്ടൺ മുക്കി മുഖത്തെല്ലാം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയാം 2-3 മിനിറ്റ് കഴിയുമ്പോൾ. ഇതും നമുക്ക് അന്നന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പാക്കെന്ന് പറയുമ്പോൾ നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം, അതിൽ കൂടുതൽ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വലിയ കരിവാളിപ്പൊന്നും ഇല്ലാത്ത ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഈ മുഖം വെയിലത്ത് പോയി വരുമ്പോൾ മുഖവും കഴുത്തും ഒക്കെ വല്ലാണ്ട് കരിവാളിച്ചിരിക്കുന്നു എന്ന് കംപ്ലൈൻ്റ് ഉള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 1 ഇടവിട്ട ദിവസം ഇടാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ഇടാം. ഇപ്പോൾ സാധാരണ നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല എങ്കിലും ഒരാഴ്ചത്തെ ഒരു കരിവാളിപ്പ് മുഖത്തുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഇടയ്ക്ക് ഈ തക്കാളി എടുത്ത് നമുക്കൊന്ന് മുഖത്തൊന്ന് ഉരച്ചാൽ മതി, മസാജ് ചെയ്താൽ മതി, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. പിന്നെ ഞാൻ ഈ സൺ ടാനിങ്ങിനെ കുറിച്ചും സൺ ടാൻ മാറുന്നതിനുള്ള പാക്കുകളും അതുപോലെ നിങ്ങൾക്ക് കുറേ അതിനെക്കുറിച്ചുള്ള ഒത്തിരി ഇൻഫർമേഷൻ തരുന്ന വീഡിയോസ് എൻ്റെ പഴയ വീഡിയോകളിൽ കാണും കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കാണുക. എന്നിട്ട് നിങ്ങൾ അത് എടുത്തുമ്പോൾ പ്ലേലിസ്റ്റ് നോക്കണം. പ്ലേലിസ്റ്റ് നോക്കി സ്കിൻ കെയർ, ഹെയർ കെയർ എന്നൊക്കെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, പുതിയ ഇൻഫർമേഷൻ വേണ്ടവർക്ക് കാണാം, പഴയ വീഡിയോസ് കാണണം കേട്ടോ. അത് കുറേ കൂടെ ഇൻഫർമേഷൻസ് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യണം, എന്നാൽ അടുത്ത വീഡിയോ കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.